യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു, ഏതൊരു ദേവി എല്ലാ ഭൂതങ്ങളിലും നിദ്രാരൂപേണ നിദ്രാരൂപത്തിൽ സംസ്ഥിത സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് വീണ്ടും വീണ്ടും നമസ്കാരം. ബാഹ്യേന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങൾ അടങ്ങുന്ന അവസ്ഥയ്ക്കാണ് നിദ്ര എന്ന് പറയുന്നത്. ദർശന ശ്രവണ സ്പർശനാദികളായ ഇന്ദ്രിയ വ്യാപാരങ്ങൾ മനസ്സുമായി ഇണങ്ങി പ്രവർത്തിക്കുന്ന അവസ്ഥയ്ക്കാണ് ജാഗ്രത് അഥവാ ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനക്ഷമത നശിക്കുന്നില്ലെങ്കിലും മനസ്സുമായും പരസ്പരവും അവയ്ക്കുള്ള ബന്ധമായിരുന്ന അവസ്ഥയ്ക്കാണ് നിദ്ര എന്ന് പറയുന്നത്. അതിന് തന്നെ 2-3 അവസ്ഥകളുണ്ട്: തന്ത്രാവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി എന്നിങ്ങനെ. മറ്റു പ്രാണികൾക്കും ശരീരാവയവങ്ങൾക്കും ഇന്ദ്രിയ പ്രവർത്തനങ്ങൾക്കും വിശ്രമം നൽകുന്ന നിദ്രയുണ്ട്. ഇടയ്ക്കിടയ്ക്കുള്ള നിദ്ര ഉണർന്നിരിക്കുമ്പോൾ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നതിന് അത്യാവശ്യവുമാണ്. കൂടുതൽ ശക്തമായും ഉണർവോടെയും പ്രവർത്തിക്കാനുള്ള ശക്തി സംഭരിക്കാൻ പ്രാണികൾക്ക് നിദ്ര ആവശ്യമാണ്. നിദ്രാരൂപത്തിൽ ഉജ്ജീവശക്തിയായി പ്രവർത്തിക്കുന്നത് ദേവിയാണ്. അങ്ങനെയുള്ള ദേവിക്കായിക്കൊണ്ട് അനേകം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ക്ഷുധാരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. ഏതൊരു ദേവി സർവഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും ക്ഷുധാരൂപേണ ക്ഷുത്ത് എന്ന രൂപത്തിൽ സംസ്ഥിത സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിട്ട് വീണ്ടും വീണ്ടും നമസ്കാരം. ക്ഷുധ അല്ലെങ്കിൽ ശുദ്ധ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കണമെന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഇച്ഛയാണ് ക്ഷുത്ത് അല്ലെങ്കിൽ വിശപ്പ്. ജീവൻ ശരീരം സ്വീകരിക്കുന്ന നിമിഷം മുതൽ അത് ശരീരം വെടിയുന്ന നിമിഷം വരെ ശരീരത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അനുസ്യൂതമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പിതൃബീജവും മാതാവിൻ്റെ അണ്ഡവുമായി യോജിച്ച് ഭ്രൂണം രൂപം കൊള്ളുന്നതോടെ മനുഷ്യപ്രജയുടെ ജീവിതം ആരംഭിക്കുന്നു. ശരീരകോശങ്ങളുടെ ആയിട്ടാണ് ശരീരം വളർന്നു തുടങ്ങുന്നത്. അതിന് വളരണമെങ്കിൽ ആദ്യം ഉണ്ടാകുന്ന ജീവകോശങ്ങൾ നശിക്കുകയും പുതിയവ കൂടിച്ചേരുകയും വേണം. ശിശുവിനെ ആവരണം ചെയ്യുന്ന തൊലി ജീവകോശ നിർമ്മിതമാണ്. ആ കോശങ്ങൾ നശിക്കുന്നില്ലെങ്കിൽ ശിശുവിന് വളരാൻ കഴിയുകയില്ല. ജീവകോശങ്ങൾ തന്നെയാണ് മാംസം, അസ്ഥി, ദന്തം, കേശം തുടങ്ങിയവയായും രൂപം കൊള്ളുന്നത്. ഇവയിലെല്ലാം നിരന്തരമായ നാശവും സൃഷ്ടിയും നടക്കുന്ന അവസ്ഥയ്ക്കാണ് നാം സ്ഥിതി എന്നോ ജീവനുള്ള അവസ്ഥ എന്നോ പറയുന്നത്. ജനിക്കുന്ന ശിശു ഓരോ നിമിഷവും വളരുന്നു. ഒരു ഘട്ടത്തിൽ വളർച്ച പൂർത്തിയായി കഴിയുമ്പോൾ ക്രമമായി സൃഷ്ടിയുടെ തോത് കുറയുമെങ്കിലും മരണം വരെ ആ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പുതിയ കോശങ്ങളുടെയും കലകളുടെയും നിർമ്മിതിക്ക് വേണ്ട വസ്തുക്കൾ ബാഹ്യലോകത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടാണ് ശരീരം നിലനിൽക്കുന്നത്. പ്രാണവായുവും സൂര്യനിൽ നിന്നുള്ള ഊർജവും ഭൂമിയിൽ എല്ലായിടത്തുമുണ്ട്. വൈവിധ്യമുള്ള ധാതുക്കളും മൂലകങ്ങളും രാസവസ്തുക്കളും ശരീരകോശങ്ങളുടെ നിർമ്മിതിക്ക് അത്യാവശ്യമാണ്. ഇവയെല്ലാം സ്വീകരിക്കുന്നത് ശരീരത്തിൽ ദഹനേന്ദ്രിയങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നു. വായിൽ തുടങ്ങി ആമാശയം, പക്വാശയം എന്നിവയിലൂടെ ഗുദം വരെ വ്യാപിക്കുന്ന ദഹനനാളി സമൂഹം ആഹാരം സ്വീകരിച്ച് പാകപ്പെടുത്തി അവയിൽ നിന്ന് ശരീരഘടകങ്ങളുടെ നിർമ്മിതിക്ക് ആവശ്യമായവ ആഗിരണം ചെയ്യുകയും വേണ്ടാത്തവയെ വിസർജിക്കുകയും ചെയ്യുന്നു. ശരീരപ്രവർത്തനത്തിന് ആവശ്യമായ ഊർജവും ആഹാരത്തിലൂടെയാണ് ശരീരത്തിന് ലഭിക്കുന്നത്. ആഹാരം എപ്പോഴാണ് ശരീരത്തിന് ആവശ്യമായി തീരുന്നതെന്ന് അറിയിക്കാൻ ശരീരത്തിൽ പ്രകൃതി ഉണ്ടാക്കിയ ചോദനയെയാണ് വിശപ്പെന്നും ദാഹമെന്നും പറയുന്നത്. ആ ചോദന ഇല്ലാതായാൽ ശരീരത്തിന് നിലനിൽപ്പ് ഇല്ലാതെയാകും. ശരീരം ഇല്ലാതായാൽ ദേഹദേഹി യോഗരൂപമായ വ്യക്തിത്വവും ഇല്ലാതെയാകും. അപ്പോൾ ക്ഷുധ എന്ന ശരീരചോദന പ്രാണികളിലാണ് വ്യാപരിക്കുന്നത്. സസ്യങ്ങൾക്കും ക്ഷുധാവ്യാപാരമുണ്ട്. ശരീരങ്ങളുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ക്ഷുത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ വിശപ്പിൻ്റെ രൂപത്തിൽ സർവ്വപ്രാണികളിലും വർത്തിക്കുന്ന ദേവിക്ക് വീണ്ടും വീണ്ടും നമസ്കാരം.